ഹായ് ഏഞ്ചൽസ്, സുഖമാണോ? ഈശോയ്ക്കൊരു സ്തുതി കൊടുക്കാമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതെന്തോ ഒരു ജീവനില്ലാണ്ടായിപ്പോയേ. ഇത്തിരിയോട് ഉറക്കെ പറയാവോ? ഈശോയ്ക്ക് ഇച്ചിരിയോട് ഉറക്കെ ഒരു സ്തുതി കൊടുക്കാം, നല്ല സന്തോഷത്തോടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പം നല്ല മിടുക്കലായിട്ട് പറഞ്ഞു കേട്ടോ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം അല്ലേ? കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ ഈശോയെ, ഇന്നത്തെ ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ പൂരിതരാക്കണമേ. വചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നമുക്കിരിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ ആരെക്കുറിച്ചൊക്കെയാണ് പഠിച്ചു നിർത്തിയത്? നോഹയെക്കുറിച്ച് പഠിച്ചായിരുന്നല്ലേ? പ്രളയം ഉണ്ടായ കാര്യം പഠിച്ചു. പിന്നെ പ്രളയത്തിന് ശേഷം എന്ത് ചെയ്തു? അവർ വീണ്ടും ഭൂമിയിൽ പെരുകി. പിന്നെ അവരൊരു ഗോപുരമൊക്കെ ഉണ്ടാക്കിയ കാര്യം നമ്മൾ പറഞ്ഞില്ലേ? ഏത് ഗോപുരമായിരുന്നു അത്? ഏതാ? ബാബേൽ ഗോപുരം അല്ലേ? ബാബേൽ ഗോപുരം ഉണ്ടാക്കി. പിന്നെ അവർക്ക് എന്താ സംഭവിച്ചേ? അവരുടെ ഭാഷയൊക്കെ ചിതറിച്ച് അവർ വേറെ ദേശത്തേക്ക് താമസമൊക്കെ മാറിപ്പോയി എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ? അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു പുതിയ ചാപ്റ്ററാണ്. രക്ഷയ്ക്ക് വഴിയൊരുക്കുന്ന ദൈവം. രക്ഷയ്ക്ക് വഴിയൊരുക്കുന്ന ദൈവം. നിങ്ങളോടൊരു കഥ പറയാം. ടോണിക്കുട്ടൻ, അതാണ് അവൻ്റെ പേര്. എന്താ അവൻ്റെ പേര്? ടോണിക്കുട്ടൻ. ടോണിക്കുട്ടൻ ബഹുമിടുക്കനാണ്. പഠനകാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അവൻ മിടുക്കനാണ്. ഏത് മത്സരത്തിൽ പങ്കെടുത്താലും ടോണിക്കുട്ടൻ 1ാം സ്ഥാനം കൊണ്ടേ പോരുള്ളൂ. അങ്ങനെ സ്കൂളിലും വീട്ടിലും എല്ലായിടത്തും മിടുക്കനായിരുന്നു ടോണിക്കുട്ടൻ. പക്ഷേ അവൻ്റെ വീട്ടിലെ ദാരിദ്ര്യം അവനെ വല്ലാതെ സങ്കടപ്പെടുത്താറുണ്ട്. ഒരു ദിവസം അവനൊരു മോഹം, ഒരു പുതിയ ഷൂസ് മേടിക്കണം. പക്ഷേ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാ അമ്മയോട് ചോദിക്കുക? കാരണം അമ്മയുടെ കയ്യിൽ പണമില്ലെന്ന് അവന് നന്നായിട്ടറിയാം. അപ്പോൾ അതിനൊരു ഉപായം കണ്ടെത്തി. തനിക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ നാണയങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക. അങ്ങനെ ആവശ്യത്തിന് പൈസയാകുമ്പോൾ ഒരു ഷൂസ് മേടിക്കാം. അവന് അന്ന് തുടങ്ങി ചെറിയ ചെറിയ തുകകൾ അവൻ നിക്ഷേപിച്ച് വെച്ച് തുടങ്ങി. ഒരു ദിവസം അവൻ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ മേശപ്പുറത്ത് മടക്കി വെച്ചിരിക്കുന്ന 100 രൂപയുടെ 2 നോട്ടുകൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ ചുറ്റും നോക്കി. ആരും കാണുന്നില്ല. എന്നാൽ അതിൽ നിന്ന് ഒരെണ്ണെടുത്താലോ? അവൻ്റെ മനസ്സ് ആദ്യം ആലോചിച്ചു. പിന്നെ ഓർത്തു വേണ്ട. പക്ഷെ വീണ്ടും ഈ ഷൂസ് മേടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവൻ അതിൽ നിന്നും ഒരു 100 രൂപ നോട്ടെടുത്ത് അവൻ്റെ കുടുക്കയിൽ നിക്ഷേപിച്ചു. എന്നിട്ടൊന്നും അറിയാത്ത പോലെ അവൻ നടന്നുപോയി. വൈകിട്ട് അമ്മ വന്നപ്പോഴാണ് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാൻ തുടങ്ങിയത്. അപ്പോൾ അമ്മ നോക്കിയപ്പോൾ ഒരു 100 രൂപ നോട്ട് കാണുന്നില്ല. ടോണിക്കുട്ടനോട് ചോദിച്ചു. അവൻ അറിഞ്ഞതുപോലുമില്ലെന്ന മട്ടിൽ അമ്മയോട് മറുപടിയും പറഞ്ഞു. പക്ഷെ അമ്മയ്ക്കറിയാം ടോണിക്കുട്ടനാണ് അതെടുത്തതെന്ന്. അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ ടോണിക്കുട്ടനെ പൊതിരെ തല്ലി. എന്നിട്ട് എന്ത് ചെയ്തെന്നോ? വീട്ടിൽ നിന്നും ഇറക്കി മുറ്റത്തേക്ക് വിട്ടു. എന്നിട്ട് പറഞ്ഞു, സത്യം പറഞ്ഞിട്ട് കയറിയാൽ മതിയെന്ന്. അമ്മ വാതിലും അടച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മയുടെ മനസ്സ് ആകെ വിഷമിക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് ആകെ സങ്കടമായി. അമ്മ ഓർത്തു, അവൻ തെറ്റ് ചെയ്താലും സാരമില്ലായിരുന്നു, ആ തെറ്റൊന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ. അവസാനം അമ്മ വാതിൽ തുറന്നു. അപ്പോൾ കണ്ടത് ടോണിക്കുട്ടൻ ഓടി വന്ന് അമ്മയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുന്നതാണ്. ആ അമ്മയ്ക്ക് സഹിച്ചില്ല. അമ്മ വേഗം മകനെ എഴുന്നേൽപ്പിച്ച് ചേർത്ത് നിർത്തി വീട്ടിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. എന്നിട്ട് അവർ വളരെ സന്തോഷത്തോടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലിരുന്നു. വീട്ടിൽ വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ചെയ്താൽ മാതാപിതാക്കൾ നമ്മളെ ശിക്ഷിക്കാറുണ്ടല്ലേ? അമ്മയുടെ അടി കിട്ടാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? എന്തെങ്കിലും കാര്യത്തിന് അമ്മയുടെ ഒരു അടി നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പോൾ അതുപോലെ വീട്ടിൽ വെച്ച് നമ്മളെ തെറ്റ് ചെയ്താൽ മാതാപിതാക്കൾ ശിക്ഷിക്കും. സ്കൂളിൽ ചെന്നാലോ? സ്കൂളിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അധ്യാപകർ നമ്മളെ ശിക്ഷിക്കും. പക്ഷെ അവരൊക്കെ നമ്മളെ ഉപേക്ഷിച്ച് കളയാറുണ്ടോ? ഇല്ലല്ലേ? ആ തെറ്റ് ചെയ്തു, ശിക്ഷ കഴിഞ്ഞു, വീണ്ടും അവർക്ക് നമ്മളോട് സ്നേഹമാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ആദവും ഹവ്വായും ദൈവത്തിനെതിരായി തെറ്റ് ചെയ്തു. അവരെ ദൈവം ശിക്ഷിച്ചു.
പിന്നെ നോഹയുടെ മക്കള് തെറ്റ് ചെയ്തതായിട്ട് കണ്ടു. അവരെ ഭാഷ ഭിന്നിപ്പിച്ച് അവരെയും ചിതറിച്ചു. പക്ഷേ ഇവരെ ഒന്നും ഉപേക്ഷിച്ച് കളയാൻ ദൈവത്തിന് മനസ്സില്ല. ദൈവം ഇവരെ രക്ഷിക്കാനുള്ള ഓരോ വഴികൾ ആലോചിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അബ്രാഹം എന്നൊരാളെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. അബ്രാഹം നീതിമാനായിരുന്നു, ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. അബ്രാഹത്തിൻ്റെ ഭാര്യ ആരാന്നറിയോ? അബ്രാഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് സാറ. പക്ഷേ അവർക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്തായിരിക്കും അവരുടെ സങ്കടം നിങ്ങൾക്കറിയോ? അബ്രാഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ സങ്കടം. എന്നിട്ട് ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നിന്റെ ഈ ദേശത്തെയും പിതൃഭവനത്തെയും വിട്ടിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം. എന്താ ചെയ്യണ്ടേ? ദൈവം കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം. കാണിച്ചു തരിക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം കൂടെ ചെല്ലുമെന്ന് അല്ലേ? അപ്പോൾ ദൈവം അബ്രാഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അബ്രാഹം തൻ്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ട് വേറെ ദേശത്തേക്ക് പോയി. എന്നിട്ട് ദൈവം കാണിച്ചു കൊടുത്ത സ്ഥലം ഏതാണെന്നറിയോ? ആ സ്ഥലത്തിൻ്റെ പേര് കാനാൻ ദേശം എന്നാണ്. അപ്പം അബ്രാഹവും ഭാര്യയും എവിടെയാണ് പിന്നെ താമസം ആരംഭിച്ചത്? കാനാൻ ദേശത്ത് താമസം ആരംഭിച്ചു. ഒരു ദിവസം ദൈവം അബ്രാഹത്തെ കൂടാരത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, നീ ഇതേ ആകാശത്തേക്കൊന്ന് നോക്കിക്കേ. എന്തായിരിക്കും ആകാശത്ത് കണ്ടത്? നിറയെ നക്ഷത്രങ്ങൾ. എന്നിട്ട് ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, ഈ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് ഞാൻ മക്കളെ തരും. പക്ഷേ അബ്രാഹം മനസ്സിലോർത്തു, ഒരെണ്ണം പോലും ഇതുവരെയും ഇല്ലല്ലോ. എങ്കിലും ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ വിശ്വസിച്ചു. അതായിരുന്നു അബ്രാഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായിരുന്നു? ദൈവത്തെ മുഴുവനായിട്ടും വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ച് കാത്തിരുന്നു. അബ്രാഹത്തിന് ഏറെ വയസ്സായിരുന്നു. എന്നിട്ടും ദൈവം പറഞ്ഞത് നടക്കുമെന്ന് അബ്രാഹം പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അബ്രാഹത്തിനും സാറായിക്കും ദൈവം ഒരു കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞിന് എന്താ ഒരു പേരിട്ടെന്ന് നിങ്ങൾക്കറിയോ? അബ്രാഹത്തിൻ്റെ മകനാരാ? ഇസഹാക്ക്. ഇസഹാക്ക് എന്ന് കുഞ്ഞിന് പേരിട്ട് അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒത്തിരി വർഷങ്ങൾ കൂടി ഒരു വീട്ടിലൊരു കുഞ്ഞുവാവ ഉണ്ടായാൽ അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരിക്കില്ലേ? അങ്ങനെ അബ്രാഹവും സാറയും ഈ കുഞ്ഞിനെ ലാളിച്ച് വളരെ സന്തോഷമായിട്ട് ജീവിച്ചു വരികയായിരുന്നു. വീണ്ടും ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ടു അബ്രാഹത്തിന്. എന്നിട്ട് അബ്രാഹത്തോട് പറഞ്ഞ എന്താണെന്നറിയോ? നീ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഈ കുഞ്ഞിനെ എന്തു ചെയ്യണം? ദൈവത്തിന് ബലി അർപ്പിക്കണം. എന്താ ചെയ്യണ്ടേ? ദൈവത്തിന് ബലി അർപ്പിക്കണം. അബ്രാഹത്തിന് സങ്കടമായി കാണില്ലേ? അബ്രാഹത്തിന് സങ്കടമായി കാണുമോ? അബ്രാഹത്തിന് വലിയ സങ്കടമായി. എങ്കിലും ദൈവം പറഞ്ഞതനുസരിച്ച് അബ്രാഹം ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് പോയി. പോകുന്ന വഴിക്കേ ഈ മകൻ അപ്പനോട് ചോദിച്ചു, അപ്പ ബലി അർപ്പിക്കാനേ തീയും വിറകും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, ബലി അർപ്പിക്കാനുള്ള കുഞ്ഞാട് എവിടെയാ? അപ്പോൾ അബ്രാഹം ഇസഹാക്കിനോട് പറഞ്ഞു, മകനെ അത് നമുക്ക് ദൈവം തരും. എന്നിട്ട് മോറിയ മലമുകളിൽ ചെന്ന് കഴിഞ്ഞ് വേഗം അബ്രാഹം ബലിപീഠമൊക്കെ ഉണ്ടാക്കി, കല്ലുകളൊക്കെ പെറുക്കി അടുക്കി വെച്ച് ബലിപീഠമൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് ഈ ബലിപീഠത്തിലേക്ക് കിടത്തി. എന്നിട്ട് തൻ്റെ വാളൂരി കുഞ്ഞിനെ ബലി കഴിപ്പിക്കാനായിട്ട് വാൾ ഉയർത്തുമ്പോഴേക്കും ദൈവം ഇടപെട്ടു. അങ്ങനെ അബ്രാഹം ഇസ്ഹാക്കിനെ ബലി അർപ്പിക്കാതെ ദൈവം കാണിച്ചു കൊടുത്ത കുഞ്ഞാടിനെ ബലി അർപ്പിച്ചിട്ട് തിരികെ ഇറങ്ങിപ്പോന്നു. അതെ, ഈ കഥയൊക്കെ കേട്ട് മടുത്തോ നിങ്ങൾ? നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നാലോ? ഒരു ക്ലാപ്പ് പഠിച്ചാലോ? തീ കത്തുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഭൂന്ന് തീ ആളി കത്തും അല്ലേ? അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഒരു ഫയർ ക്ലാപ്പാണേ. ആദ്യം ഒന്ന് ചെയ്ത് കാണിക്കാം. ഭൂം. ഇതാണ് നമ്മുടെ ഫയർ ക്ലാപ്പ്. നമുക്കൊന്ന് ഒരുമിച്ച് ചെയ്താലോ? ഭൂം. പഠിച്ചോ? എന്നാൽ നമുക്കിരുന്നാലോ? മടുപ്പൊക്കെ മാറിയില്ലേ? ക്ഷീണം മാറിയില്ലേ എല്ലാവരുടെയും? ക്ഷീണം മാറിയോ? എന്നായിരിക്കാം. അബ്രാഹം ഇസ്ഹാക്കിനെ ബലി അർപ്പിക്കാൻ പോയ കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ദൈവത്തിന് അബ്രാഹത്തെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. അബ്രാഹത്തെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയിട്ടാ? പാപത്തിൽ വീണ് കിടക്കുന്ന മക്കളെ രക്ഷിക്കാനുള്ള ഒരു വഴിയായിട്ട് ദൈവം അബ്രാഹത്തെ
തിരഞ്ഞെടുത്തു. ബലിയർപ്പണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് അവർ വളരെ സന്തോഷമായിട്ട് ജീവിച്ചു. ഏറെ വർഷങ്ങൾ കഴിഞ്ഞ് ഇസഹാക്കിന് പിന്നെയും മക്കളുണ്ടായി. ഇസഹാക്കിൻ്റെ മക്കളാണ് ഏസാവും യാക്കോബും. ഈ യാക്കോബിന് പിന്നെയും മക്കളുണ്ടായി. യാക്കോബിൻ്റെ 12 മക്കളെയാണ് ഇസ്രായേൽക്കാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യാക്കോബിനും മക്കൾക്കും എന്താ സംഭവിച്ചതെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ആളാരാണ്? അബ്രാഹം. ഇനി അബ്രാഹത്തിൻ്റെ ഭാര്യ ആരാണ്? അബ്രാഹത്തിൻ്റെ ഭാര്യയുടെ പേര് സാറ. പിന്നെ അവരുടെ മകൻ ആരാ? അവരുടെ മകൻ പറഞ്ഞേ, ഇസഹാക്ക്. ഇനി ബലി അർപ്പിച്ചോ ഇസഹാക്കിനെ? ഇല്ല അല്ലേ? അപ്പോൾ ഈ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ പോലെ വിശ്വാസത്തിലും തീക്ഷ്ണതയിലും ദൈവസ്നേഹത്തിലും വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു പേനയും പേപ്പറും കൊണ്ടുവരണം. ഇന്ന് പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ക്വിസ് പ്രോഗ്രാം നമുക്കുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എഴുന്നേൽക്കാം. ഈശോയ്ക്ക് ഇന്നത്തെ ദിവസം ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നമുക്കൊരു നിമിഷം നന്ദി പറയാം. കർത്താവായ ഈശോയെ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ വലം കൈ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശിരസിൽ വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരു രക്തം ഞങ്ങളിലേക്ക് ഓരോരുത്തരിലേക്കും ഒഴുക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് എപ്പോഴും അമ്മയായിരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.